പ്ലീസ് സാർ, ദയവേത് റിപ്പോർട്ട് അയക്കരുത്. അധ്യാപകരുടെ ജീവിതം തുലയ്ക്കരുത്. നമസ്കാരം. ഇൻസ്പെക്ഷൻ ആളത്തിന്ന് അറിഞ്ഞു. കുഴപ്പം വല്ലതും ഉണ്ടോ സാർ? ഒരു ക്ലാസ്സിലും ആവശ്യത്തിന് കുട്ടികളില്ല, അതുകൊണ്ട് ഇനി സ്കൂളിന് അംഗീകാരമില്ല. അയ്യോ, അപ്പോൾ നമ്മുടെ അധ്യാപകർ 92 മുമ്പ് ചേർന്നവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അല്ല സാർ, പുതിയതായിട്ടൊരു അധ്യാപകൻ ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അയാളുടെ കാര്യമോ? സ്കൂളിന്റെ അംഗീകാരം തന്നെ നഷ്ടപ്പെടുമ്പോ പുതുതായി ചേർന്ന ആൾക്ക് എന്താണ് സാർ രക്ഷ? അയ്യോ സാറേ, ആ പാവത്തിനോട് ഇത് ചെയ്തല്ലോ. ഈ പാപമൊക്കെ അച്ഛൻ എങ്ങനെ തീർക്കുന്ന വിചാരിക്കുന്നേ? മനസാക്ഷി എന്നൊന്നില്ലേ? അച്ഛന് വെറുപ്പുള്ള ഒരാളിനെ ശിക്ഷിക്കുന്നത് കുറച്ചെങ്കിലും മനസ്സിലാക്കാം. അതിനുവേണ്ടി ഒരു സ്കൂളിന്റെ മൊത്തം അംഗീകാരം എടുത്തു കളയാൻ മാത്രം ദുഷ്ടനാണോ അച്ഛൻ? ഇത് ഭ്രാന്ത് പുലമ്പാനുള്ള സ്ഥലമല്ല, ഒരു ഓഫീസാണ്. ഞാൻ ഒരുത്തനെ ശിക്ഷിച്ചിട്ടില്ല, സ്കൂളിന്റെ അംഗീകാരം എടുത്ത് കളഞ്ഞിട്ടുമില്ല. ഇല്ലേ? അച്ഛന്റെ നിർദ്ദേശപ്രകാരമല്ലേ സൂപ്പർ ചെക്സലിന്റെ ആളുകൾ സ്കൂളിൽ വന്നത്? ആവശ്യത്തിനുള്ള സ്ട്രെങ്ത് ഇല്ലെന്ന് പറഞ്ഞ് സ്കൂളിന്റെ അംഗീകാരം കളഞ്ഞത്? എന്നോട് തട്ടിക്കയറുന്നു. പുറത്തു പോ, പുറത്തു പോവാൻ. അംഗീകാരം കളഞ്ഞത് ഞാനല്ല. നിങ്ങളത് ചെയ്യും. വിശാലം, ഞാൻ പറയുന്നത് എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ ചെയ്യും. ഞാൻ പറയാൻ ചെയ്യേണ്ട എന്താണെന്ന് ഇന്ന് തന്നെ ബാക്കിയുള്ള സ്വത്തുക്കൾ മുഴുവൻ സ്നേഹലതയുടെ പുറകെ എഴുതി വെക്കണം. എഴുതി വെക്കാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം അയ്യോ, ഇതാര് എഴുതി? അദ്ദേഹം കുറച്ച് ചായ വന്നാട്ടെ സാർ, അങ്ങോട്ട് കയറി ഇരിക്കാം. ഇരിക്കുന്നില്ല. ചങ്കുണിയാര് വന്നേ? എന്താണാവോ? അങ്ങനെ പണി പറ്റിച്ചല്ലേ? എന്താ സാർ? താങ്കൾ ശ്രമഫലമായി സ്കൂളിന്റെ അംഗീകാരം പോയെന്ന് കേട്ടു. എന്റെ ശ്രമഫലമായിട്ടോ? സാറിനോട് ആര് പറഞ്ഞു? പുതിയ മാസ്റ്റർ ജോയിൻ ചെയ്യുന്ന ദിവസം ഒരു സഡൻ ഇൻസ്പെക്ഷൻ നടത്തി എല്ലാ ക്ലാസ്സിലും തെറിപ്പിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടില്ലേ? സാറിന് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോഴേ ഞാനത് വിട്ടല്ലോ. ഇല്ല, വിട്ടില്ല. നിങ്ങൾ സൂപ്പർ ചെക്സലിന് ഇൻഫർമേഷൻ കൊടുത്തു, അല്ലെങ്കിൽ അവരെ സ്വാധീനിച്ചു. 11ഓളം അധ്യാപകരെയാണ് വഴിയാധാരമാക്കിയത്. നിങ്ങൾ മനുഷ്യനോ മൃഗമോ? സാർ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അത് പോട്ടെ. DPP കാരണം സ്ട്രെങ്ത് ഇല്ലാതെ അംഗീകാരം നഷ്ടപ്പെട്ട ഇതുപോലുള്ള സ്കൂളുകളുടെ കാര്യം ഗവൺമെന്റ് നോക്കട്ടെ. പക്ഷേ എന്റെ മോളെ കുറിച്ച് നിങ്ങൾ എന്നോട് അപവാദം പറഞ്ഞത് ശരിയായ നടപടിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ സത്യമേ പറഞ്ഞുള്ളൂ സാർ. അമ്മയില്ലാത്ത എന്റെ മോളോട് ഇത് വേണമായിരുന്നോ? സത്യമറിയാതെ എന്റെ മോളെ ഞാൻ ആദ്യമായി തല്ലി. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ദിവസങ്ങളോളം അച്ഛനായ ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അതിന്റെ കണക്ക് തീർത്തില്ലെങ്കിൽ എനിക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. വീട്ടിൽ കയറി പോകുന്നത് കാണിക്കുന്നു. വിശാലം, വിശാലം, ആ വിട്ടേക്ക് എടുക്കാം. വിശാലം, വിട്ടേത്തി. വിശാലം, 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 കഥ തുറക്കൂ. വിശാലം, കിട്ടാനുള്ളത് കിട്ടട്ടെ, എന്നിട്ട് തുറക്കാം. അങ്ങനെ രക്ഷപ്പെട്ടല്ല. മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പാവി ചെല്ലുന്നിടം പാതാളം, അത്ര തന്നെ. ഞാൻ കാലെടുത്ത് വെച്ചു. എന്റെ മാത്രമല്ല, മറ്റുള്ളവരുടെയും ജോലി പോയി. ഒരു സൂചനയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. സാറ് വിളിപ്പിച്ചപ്പോ വേറെന്തെങ്കിലും പറയാനാണോ എന്ന് ഞാൻ സംശയിച്ചു. ഇതുപോലുള്ള അവസ്ഥയിൽ കിടന്ന് നട്ടം തിരിയുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രേമിക്കാനും സ്വപ്നം കാണാനും ഒക്കെ എങ്ങനെ സാധിക്കാനാണ് സാർ? ഞാനൊരു പഴയ ആളാണ്. ഒരു പെൺകുട്ടിക്ക് അന്യനായ ഒരു പുരുഷനോടുള്ള താല്പര്യം പ്രേമബന്ധത്തിൽ കുറഞ്ഞൊന്നും ആയിരിക്കില്ലെന്ന് ഞാൻ ചിന്തിച്ചുപോയി. വേറൊരാൾ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തല്ലോ. ഇനിയിപ്പോ എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നേര് പറഞ്ഞാൽ ഞാൻ വിളിപ്പിച്ചത് വേറെ ചില കാര്യങ്ങൾ അറിയാനാണ്. സ്കൂളിന്റെ അംഗീകാരം പോയി, പക്ഷെ അതോടെ എല്ലാം കഴിഞ്ഞു എന്ന് തീരുമാനിക്കാറായോ?
സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതാലോചിക്കേണ്ട വിഷയമാണ്. ഇതിപ്പോ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ലല്ലോ, കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും കൂടി പ്രശ്നമാണ്. എല്ലാരെയും വിളിച്ചു കൂട്ടണം, വിശദമായി സംസാരിക്കണം. അത്ര പെട്ടെന്ന് കീഴടങ്ങുന്നതിൽ അർത്ഥമില്ലല്ലോ. എന്ത് തോന്നുന്നു? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? നമുക്ക് പലതും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി, ആളുകൾക്ക് അവരുടെ കുട്ടികളുടെ ഭാവി. അതെ, ഞങ്ങളുടെ മക്കളുടെ ഭാവിയെ പറ്റി ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലരും ടി സി വാങ്ങി ഇവിടുന്ന് മറ്റു സ്കൂളുകളിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് ഇവിടെ കുട്ടികൾ കുറഞ്ഞതും ഇപ്പൊ സ്കൂൾ വീണതും. എന്തടിസ്ഥാനത്തിലാണ് DPEP നിങ്ങൾ ഭയപ്പെടുന്നത്? എന്തടിസ്ഥാനത്തിലാണ് പെട്ടെന്നൊരു ദിവസം ഇരുട്ടടി പോലെ DPP ഇവിടെ കൊണ്ടുവന്നത്? അമ്പലത്തിൽ ഉത്സവം നടത്താൻ പോലും കമ്മിറ്റി കൂടും, ചർച്ച ചെയ്യും. ഇത്രയും കുട്ടികളുടെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്ന ഒരു പരിപാടിക്ക് അതൊന്നും വേണ്ടതാണോ? ആര് പറഞ്ഞു ചർച്ച ചെയ്തിട്ടില്ലെന്ന്? ചർച്ച ചെയ്തിട്ടുണ്ടാകും ലോകബാങ്കുമായിട്ട്. അവരാണല്ലോ ഇതിന് പണം കൊടുക്കുന്നത്. പണം മുടക്കുന്നു ആരാവട്ടെ, വിദ്യാഭ്യാസ രംഗത്തെ പ്രഗത്ഭരും അല്ലാത്തവരൊക്കെ ധാരാളം പഠനം നടത്തിയിട്ട് തന്നെയാണ് ഈ DPEP ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. രക്ഷിതാക്കളുടെ ഭീതി അകറ്റാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ലെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സ്കൂളിന് ഈ ദുർഗതി വന്നത്. പക്ഷേ ഇവിടുത്തെ കുട്ടികൾ ഇനി എന്ത് ചെയ്യും? അധ്യാപകർ എന്ത് ചെയ്യും? അതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഇനിയും വർഷങ്ങൾ കഴിഞ്ഞ് DPEP നല്ലതായിരുന്നോ ചീത്തയായിരുന്നോ എന്ന് പറയാൻ പറ്റൂ. റിസൾട്ട് അഥവാ പരാജയമാണെങ്കിൽ ഇത്രയും കുട്ടികളെ പിന്നെന്ത് ചെയ്യും? ഒരു കുഴി വിളിച്ചിട്ട് അതിലിട്ട് മൂടാനോ? ഗലീലിയോ പണ്ട് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞു. അന്ന് അയാളെ എല്ലാവരും ഭ്രാന്തരെന്ന് വിളിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞാൽ ശരിയെന്ന് എല്ലാവർക്കും മനസ്സിലായി. പുതിയ ആശയങ്ങളെ എക്കാലത്തും എല്ലാവരും വേർത്തിട്ടുണ്ട്. സുഹൃത്തെ, ഒരു സമ്പന്ന സമൂഹത്തിന് എന്ത് പരീക്ഷണമാകാം. ഇവിടുത്തെ പ്രശ്നം എന്താണ്? DPEP വന്നു, പക്ഷെ സ്കൂളിന്റെ അന്തരീക്ഷം പഴയത് തന്നെ. അടിസ്ഥാന സൗകര്യങ്ങളില്ല, കെട്ടിടങ്ങളില്ല, ഉള്ളവയ്ക്ക് മേൽക്കൂരയില്ല, മൂത്രപ്പുരയില്ല, കക്കൂസില്ല, ബോർഡില്ല, ചോക്കില്ല, ഡെസ്കില്ല, ബെഞ്ചില്ല. ഇതിനൊക്കെ വേണ്ടി ലോകബാങ്ക് ഒന്നും ചെയ്യുന്നുമില്ല. വിരസമായ ക്ലാസ് മുറിക്കുള്ളിൽ വീർപ്പ് മുട്ടുന്ന മർദ്ദിതനായ വിദ്യാർത്ഥിയുടെ മോചനമാണ് DPEP. അധ്യാപകൻ ഇന്ന് അവന്റെ സുഹൃത്താണ്. ഒരു തർക്കമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ സ്കൂളിന്റെ അംഗീകാരം പോയി. അധ്യാപകരുടെ കാര്യം പോട്ടെ, DPEP-യിൽ അവശേഷിക്കുന്ന കുട്ടികളുടെ കാര്യത്തെപ്പറ്റി അധികൃതർക്കൊന്നും പറയാനില്ല. എല്ലാ സ്കൂളുകളിലും DPEP നിർബന്ധമാക്കാത്ത എന്തുകൊണ്ടാണ്? 2 തരമല്ല 100 തരം പൗരന്മാരെ സൃഷ്ടിക്കാനുള്ള സമ്പ്രദായമാണ് ഇന്നിവിടെ നിലനിൽക്കുന്നത്. കാശുള്ളവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാം, ലോക നിലവാരത്തിൽ മറ്റുള്ളവരായി മത്സരിക്കാം. അതില്ലാത്തവന്? ഈയിടെ ഒരു എഴുത്തുകാരൻ പറഞ്ഞല്ലോ, DPEP എന്ന് പറഞ്ഞാൽ ദരിദ്രരായ പിള്ളേര് എങ്ങനെയെങ്കിലും പഠിച്ചോട്ടെ. സത്യത്തിൽ അതല്ലേ DPEP? അനാഥരായി പോകാൻ ഇടയുള്ള നമ്മുടെ കുട്ടികളുടെ കാര്യം നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന സത്യം മനസ്സിലാക്കണം. അക്ഷരാഭ്യാസമില്ലാത്ത ദരിദ്രനായ ഒരു രക്ഷിതാവിന് പോലും അവന്റെ കുട്ടി ഇംഗ്ലീഷ് പഠിക്കണമെന്നാണ് ആഗ്രഹം. തടസ്സമായി നിൽക്കുന്ന പണം മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. കുറഞ്ഞ ചെലവിൽ എന്ന് വെച്ചാൽ ചെറിയൊരു ഫീസ് മാത്രം ഈടാക്കുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. എന്നെ പോലെ AEയോടെ ഇൻസ്പെക്ഷൻ വരില്ല. സ്ട്രെങ്ത് കുറഞ്ഞതിന്റെ പേരിൽ സ്കൂളിന്റെ അംഗീകാരം നഷ്ടപ്പെടില്ല. സർവതന്ത്ര സ്വതന്ത്രമായ ഒരു ഇംഗ്ലീഷ് മീഡിയം. എനിക്ക് മലയാളം കുറച്ച് അറിയാം എന്ന് പറയുന്ന ഒരു തലമുറ നേരത്തെ ഇവിടെ വേരൂന്നി കഴിഞ്ഞിരിക്കുന്നു. നമുക്കും അവരുടെ കൂടെ കൂടാം. മാതൃഭാഷയേക്കാൾ വലുതാണ് ജീവിതമെന്ന സത്യം നമുക്കൊക്കെ സങ്കടമുള്ള കാര്യമാണ്. എങ്കിലും മലയാള ഭാഷയെ വെറുക്കാൻ ശീലിക്കുന്നതാണ് ഇനി അങ്ങോട്ട് നല്ലത്. നമുക്ക് എഴുത്തച്ഛനെ മറക്കാം, ഉള്ളൂരിനെ ആശാനെയും വള്ളത്തോളിനെ മറക്കാം, ഉറൂബിനെയും പൊറ്റക്കാരനെ മറക്കാം. എല്ലാ വേരുകളും പിഴുതു മാറ്റാം. പണ്ട് നമ്മൾ അടിമകളായിരുന്നു, ഇംഗ്ലീഷുകാരൻ അടിമകൾ. മാനസികമായി ഇപ്പോഴും നമ്മൾ അടിമകൾ തന്നെയാണെന്നുള്ള സത്യത്തിന്റെ ചോട്ടിൽ അടിവരയിടാം. നമുക്ക് ഇംഗ്ലീഷ് മീഡിയം മതി.